പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 6 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇംഗ്ലീഷ് ചാനൽ ഒറ്റയ്ക്ക് നീന്തി കടന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഫ്രാൻസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്? അതേപോലെ ഇന്ത്യയുടെ പാരാളമ്പ്യൻ ധരംബീർ നേടിയ മെഡൽ ഏതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പാരാളമ്പിക്സിൽ? ഇതേപോലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയും തോറും അത് നമ്മുടെ കോൺഫിഡൻസും നോളജും വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് സമയം കണ്ടെത്തോ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇംഗ്ലീഷ് ചാനൽ ഒറ്റയ്ക്ക് നീന്തി കടന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരൻ ആരാണ്? സിദ്ധാർത്ഥ് അഗർവാൾ. അപ്പോൾ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടക്കുക, അത് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി തീർച്ചയായിട്ടും ഒരു റെക്കോർഡ് തന്നെയാണ്. ഇത് നേടിയിട്ടുള്ളത് 49 വയസ്സുള്ള സിദ്ധാർത്ഥ് അഗർവാൾ ആണ്. ഇദ്ദേഹം ബാംഗ്ലൂർ സ്വദേശിയാണ്. ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള സിദ്ധാർത്ഥ് അഗർവാൾ ആണ് ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരൻ ഇംഗ്ലീഷ് ചാനൽ ഒറ്റയ്ക്ക് നീന്തി കടന്നിട്ടുള്ള, അതായത് സ്വിം അക്രോസ് ദി ഇംഗ്ലീഷ് ചാനൽ സോളോ. ഇത് നടന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 29 തീയതിയാണ്. 42 കിലോമീറ്റർ ദൂരം സിദ്ധാർത്ഥ് അഗർവാൾ നീന്തി കടന്നിട്ടുള്ളത്. അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് ഫ്രാൻസിലേക്ക് 42 കിലോമീറ്റർ 15 മണിക്കൂറും 6 മിനിറ്റാണ് ഇതിനുവേണ്ടി എടുത്തിട്ടുള്ളത്. ഇപ്പം 15 മണിക്കൂറും 6 മിനിറ്റ് കൊണ്ട് 42 കിലോമീറ്റർ നീന്തിക്കൊണ്ടാണ് സിദ്ധാർത്ഥ് അഗർവാൾ ഏറ്റവും പ്രായം കൂടിയ എന്ന റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2018 അദ്ദേഹം ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരുന്നു ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന നിലയിൽ. അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി സിദ്ധാർത്ഥ് അഗർവാൾ ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുമ്പോൾ അത് ജിയ ആണ്. 16 വയസ്സുള്ള മുംബൈ സ്വദേശിയായിട്ടുള്ള ജിയ ദ യങ്ങസ്റ്റ് ആൻഡ് ദ ഫാസ്റ്റസ്റ്റ് പാരാസ്വിമ്മർ ആണ്. ഇംഗ്ലീഷ് ചാനൽ കടന്നിട്ടുള്ള യങ്ങസ്റ്റും അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് പാരാസ്വിമ്മറാണ് ജിയ. 16 വയസ്സുള്ളപ്പോൾ ഈ കഴിഞ്ഞ 2 മാസം മുമ്പായിരുന്നു ഇംഗ്ലീഷ് ചാനൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് നീന്തി കടന്നിട്ടുള്ളത്. അടുത്ത ഏതാനും വർഷങ്ങളിൽ അന്താരാഷ്ട്ര വിപണികളിലേക്ക് ലഹരി പാനീയങ്ങളും അല്ലാത്ത പാനീയങ്ങളും എത്രത്തോളം കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു? $952.2 ദശലക്ഷം, 8,000 കോടി രൂപ. അതായത് ഇന്ത്യൻ സ്പിരിറ്റ്, ഇന്ത്യൻ മദ്യത്തിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ത്യ എടുത്തിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ്, അതായത് ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തിക്കുക. അതായത് 952.9 മില്യൺ, ഏതാണ്ട് 8,000 കോടി രൂപയുടെ എക്സ്പോർട്ടിംഗ് ആണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സ്പോർട്ടിങ്ങിൽ ഇന്ത്യയുടെ റാങ്ക് ആണ് 40ാമത്തെ റാങ്ക്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ടിങ്ങിന് വേണ്ടി സഹായിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് കോമേഴ്സിലെ ഒരു ഓർഗനൈസേഷൻ ആണ് അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് ആൻഡ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി, APEDA. അപ്പോൾ APEDA ആണ് ഇന്നിപ്പോൾ എക്സ്പോർട്ടിങ്ങിന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നത്. പാരീസ് 2024 പാരാളമ്പിക്സിൽ ഇന്ത്യൻ പാരാളമ്പ്യൻ ധരംബീർ നേടിയ മെഡൽ ഏതാണ്? സ്വർണ്ണ മെഡൽ, ഗോൾഡ് മെഡൽ. ഇന്ത്യക്ക് ഇപ്പോൾ 5ാമത്തെ ഗോൾഡ് മെഡൽ എന്ന് പറയുമ്പോൾ അത് നേടിക്കൊടുത്തിട്ടുള്ളത് ധരംബീർ ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2024 പാരീസ് പാരാളമ്പിക്സിൽ ഇന്ത്യക്ക് 5ാമത്തെ ഗോൾ നേടിക്കൊടുത്തിട്ടുള്ളത് പാരാളമ്പ്യൻ ആയിട്ടുള്ള ധരംബീർ. ഇദ്ദേഹത്തിന്റെ ഈവന്റ് എന്ന് പറയുമ്പോൾ അത് ക്ലബ് ത്രോ ആണ്. നമ്മൾ വളരെ അപൂർവമായിട്ട് കേട്ടിട്ടുള്ള ഒന്നാണ് ക്ലബ് ത്രോ. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് ജാവലിൻ, ഷോട്ട് പുട്ട്, ലോങ് ജമ്പ്, ഹൈ ജമ്പ് എന്നെല്ലാം. എന്നാൽ ക്ലബ് ത്രോ എന്ന ഇനത്തിലാണ് 34.92 മീറ്റർ എറിഞ്ഞുകൊണ്ട് ധരംബീർ സ്വർണം കരസ്ഥമാക്കുന്നത്. ഇതേ ഈവന്റിൽ, അതായത് മെൻസിന്റെ F51 ഈവന്റിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് പ്രണവ് സൂർമ. ഇദ്ദേഹം ഇന്ത്യക്കാരനായിട്ടുള്ള ഇന്ത്യൻ പാരാളമ്പികൻ ആയിട്ടുള്ള പ്രണവ് സൂർമയാണ് സിൽവർ നേടിയിട്ടുള്ളത്. ഇപ്പോൾ മെൻസിന്റെ ക്ലബ് ത്രോയിൽ F51 എന്ന കാറ്റഗറിയിൽ ഗോൾഡ് നേടിയിട്ടുള്ളത് ധരംബീറും അതേ ഇവന്റ് തന്നെ സിൽവർ നേടിയിട്ടുള്ളതും പ്രണവ് സൂർമ. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ITTF ഫൗണ്ടേഷന്റെ ആദ്യ ഇന്ത്യൻ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ശരത് കമൽ. ഇന്ത്യയുടെ പ്രൊഫഷണൽ ടെന്നീസ് താരമാണ് ശരത് കമൽ. ഇദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷന്റെ ഫസ്റ്റ് ഇന്ത്യൻ അംബാസഡറായി. ഇപ്പോൾ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് സീസൺ 5 വെച്ചാണ് ഈ ഒരു തീരുമാനം, അതായത് ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫൗണ്ടേഷന്റെ ആദ്യത്തെ ഇന്ത്യൻ അംബാസഡർ എന്ന നിലയിൽ ശരത് കമലിനെ തിരഞ്ഞെടുത്ത കാര്യം. ഈ കഴിഞ്ഞ ഒളിമ്പിക്സ്, പാരീസ് ഒളിമ്പിക്സിൽ പതാക വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ശരത് കമൽ. അതേപോലെ തന്നെ 5 ടൈം ഒളിമ്പ്യൻ കൂടിയാണ് ശരത് കമൽ.
2024 സെപ്റ്റംബർ 5 ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? മൈക്കൽ ബാനിയർ. ഫ്രാൻസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ഇമ്മാനുവൽ മാക്രോൺ. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മൈക്കൽ ബാനിയറിനെ തിരഞ്ഞെടുത്തു. മൈക്കൽ ബാനിയർ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുതിർന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ്. മൈക്കൽ ബാനിയർ അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഫ്രാൻസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ് ഇമ്മാനുവൽ മാക്രോൺ, ഫ്രാൻസിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് മൈക്കൽ ബാനിയർ. കാപ്രിക്കോൺ ത്രികോണ പരമ്പരയ്ക്കുള്ള UAE വനിതാ ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരള ബാറ്ററുടെ പേര് കേസിയ മിറിയം സാബിൻ. കേസിയ മിറിയം സാബിൻ മുമ്പത്തെ അണ്ടർ-19 കേരള ബാറ്റർ ആയിരുന്ന കേസിയ മിറിയം സാബിനെ ലേറ്റസ്റ്റ് ആയിട്ട് നമീബിയയിൽ നടക്കാൻ പോകുന്ന കാപ്രിക്കോൺ ട്രയാങ്കുലർ സീരീസിൽ UAE വിമൻസ് ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ചു. ഇപ്പോൾ കേസിയ മിറിയം സാബിൻ ഒരു ക്രിക്കറ്ററും കേരളത്തിലെ മുൻ അണ്ടർ-19 ടീമിൽ ഉണ്ടായിരുന്ന ഒരു താരമാണ്. 20 വയസ്സുള്ള കേസിയ UAEയിലാണ് ജനിച്ചതും അതുകൊണ്ട് തന്നെയാണ് UAE ടീമിന്റെ ഭാഗമായിട്ടുള്ളതും UAEയുടെ വിമൻസ് ക്രിക്കറ്റ് ടീമിന്റെ കാപ്രിക്കോൺ ട്രയാങ്കുലർ സീരീസിൽ ഇടം നേടിയിട്ടുള്ളതും. ഇന്നലെ സെപ്റ്റംബർ 5 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ചലനങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും ഭൂമിശാസ്ത്രപരമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിനുമുള്ള നാവിഗേഷൻ സംവിധാന നാവിക്-സി വികസിപ്പിച്ച രാജ്യം ഏത്? ഇതിന്റെ ഉത്തരം ഇന്ത്യ. ഇന്ത്യയാണ് നാവിക്-സി എന്ന, അതായത് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്ന സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ നമുക്കറിയാം GPS സിസ്റ്റം, എല്ലാ മൊബൈൽ ഫോണിലും ഉള്ള GPS സിസ്റ്റം അത് US-ൻ്റെയാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ ആയിട്ടുള്ള നാവിക്-സി ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ ഓരോ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നൽകി വരുന്നത്. നാവിക്-സി എന്ന് പറയുന്നത് ഇന്ത്യയുടെ GPS-ന് പകരമായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള, ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള നാവിഗേഷൻ സംവിധാനമാണ്. ഇപ്പോൾ ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഇംഗ്ലീഷ് ചാനൽ ഒറ്റയ്ക്ക് നീന്തി കടന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരൻ ആരാണ്? സിദ്ധാർത്ഥ് അഗർവാൾ. അടുത്ത ഏതാനും വർഷങ്ങളിൽ അന്താരാഷ്ട്ര വിപണികളിലേക്ക് ലഹരി പാനീയങ്ങളും അല്ലാത്ത പാനീയങ്ങളും എത്രത്തോളം കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു? $952.9 ദശലക്ഷം, അതായത് 8,000 കോടി രൂപ. പാരീസ് 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യൻ പാരാലിമ്പ്യൻ ധരംബീർ നേടിയ മെഡൽ ഏതാണ്? സ്വർണ്ണ മെഡൽ. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫൗണ്ടേഷന്റെ ആദ്യ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ശരത് കമൽ. 2024 സെപ്റ്റംബർ 5 ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? മൈക്കൽ ബാനിയർ. കാപ്രിക്കോൺ ത്രികോണ പരമ്പരയ്ക്കുള്ള UAE വനിതാ ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുൻ കേരള ബാറ്ററുടെ പേര് കേസിയ മിറിയം സാബിൻ. ഇന്ന് സെപ്റ്റംബർ 6 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, 2024 ICC പുരുഷ T20 ലോകകപ്പിൽ എത്ര ടീമുകൾ പങ്കെടുത്തു? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയുന്തോറും അത് നമ്മുടെ ആത്മവിശ്വാസമാണ് വർദ്ധിക്കുന്നത്. നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി സമയം കണ്ടെത്തൂ, തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.